ഇന്ത്യയുടെ ബഹിരാകാശ ചരിത്രത്തിൽ പുതിയൊരു പേര് നക്ഷത്രശോഭയോടെ എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നു. ശുഭാംശു ശുക്ല. 41 വർഷത്തിന് ശേഷം ബഹിരാകാശത്തെത്തുന്ന ഇന്ത്യക്കാരൻ. വ്യാഴാഴ്ച വൈകിട്ടോടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനുമാണ് അദ്ദേഹം. ശുഭാംശുവും സഹയാത്രികരായ പെഗ്ഗി വിറ്റ്സൺ US, സ്ലാവോസ് ഉസ്ലൻസ്കി പോളണ്ട്, ടിബോർ കാപ്പു ഹംഗറി എന്നിവരുമായി സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 റോക്കറ്റ് US-ലെ ഫ്ലോറിഡ കെന്നഡി ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ഇന്ത്യൻ സമയം ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:01 കുതിച്ചുയർന്നു. ആക്സിയം 4 എന്നാണ് ദൗത്യത്തിനു പേര്. പുറപ്പെട്ട് 10 മിനിറ്റിൽ ഡ്രാഗൺ പേടകം ഭൂമിയെ ഭ്രമണം ചെയ്യാൻ തുടങ്ങി. 200 കിലോമീറ്റർ ഉയരെ ഡ്രാഗൺ ഭ്രമണപഥത്തിൽ എത്തിയതോടെ ശുഭാംശു പറഞ്ഞു, അതൊരു ഗംഭീര യാത്രയായിരുന്നു. ഇന്ത്യൻ സമയം വ്യാഴാഴ്ച വൈകിട്ട് 5:44 ആക്സിയം 4 ദൗത്യത്തിലെ 3 സഹയാത്രികർക്കുമൊപ്പം ശുഭാംശു ISS-ലേക്ക് ഒഴുകിയപ്പോൾ രാജ്യത്തിൻ്റെ അഭിമാനം വാനോളമുയർന്നു. അന്നേരം വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിന് മീതെ 424 കിലോമീറ്റർ ഉയരത്തിലായിരുന്നു ബഹിരാകാശ നിലയം. വ്യാഴാഴ്ച വൈകിട്ട് 4:30-യോടെയാണ് യാത്രികരെയും കൊണ്ടുള്ള സ്പേസ് എക്സിൻ്റെ ക്രൂ ഡ്രാഗൺ പേടകം ഡോക്കിംഗ് നടപടികൾ പൂർത്തിയാക്കിയത്. 4:01 ഡോക്കിങ്ങിൻ്റെ ആദ്യഘട്ടമായ സോഫ്റ്റ് ക്യാപ്ചർ. അതിലൂടെ ഡ്രാഗൺ പേടകം നിലയത്തിലെ ഹാർമണി മോഡ്യൂളുമായി ഒരുമിച്ചു. നിലയത്തിലെയും പേടകത്തിലെയും മർദ്ദം ഏകീകരിക്കുന്നതിനുള്ള ഹാർഡ് ക്യാപ്ചർ പ്രക്രിയ 4:30-യോടെ പൂർത്തിയാക്കി. പിന്നീട് പേടകത്തെയും നിലയത്തെയും ബന്ധിപ്പിക്കുന്ന വെസ്റ്റിബ്യൂളിലൂടെ യാത്രികർ ഓരോരുത്തരായി നിലയത്തിലേക്ക് കടന്നു. 5:44 ആദ്യം മിഷൻ കമാൻഡറായ പെഗ്ഗി വിറ്റ്സൺ, രണ്ടാമത് UP സ്വദേശിയും ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റനുമായ ശുഭാംശു, പിന്നാലെ പോളണ്ടിൻ്റെ സ്ലാവോസ് ഉസ്ലൻസ്കി, ഹംഗറിയുടെ ടിബോർ കാപ്യുവും വിവിധ ദൗത്യങ്ങളുമായി ബന്ധപ്പെട്ട് നിലയത്തിൽ മുന്നേ ഉണ്ടായിരുന്ന 7 ശാസ്ത്രജ്ഞർ കെട്ടിപ്പിടിച്ചും കരഘോഷമൊഴുക്കിയും അവരെ സ്വീകരിച്ചു. മൈക്രോഗ്രാവിറ്റിയിൽ വെള്ളം കുടിക്കാൻ തയ്യാറാക്കിയിട്ടുള്ള ഫോയിൽ പാക്കറ്റുകൾ സീനിയേഴ്സ് 4 സംഘത്തിന് നൽകി. ബഹിരാകാശത്ത് വെച്ച് ആദ്യമായി അവർ ജലം നുകർന്നു. ഇനിയുള്ള 14 ദിവസം പരീക്ഷണങ്ങൾക്കുള്ള കാലമെന്ന് പറഞ്ഞ് സംഘത്തിന് നേതൃത്വം നൽകുന്ന പെഗ്ഗി ആക്സിയം 4 ദൗത്യം ഔദ്യോഗിക ജോലികളിലേക്ക് കടന്നതായി അറിയിച്ചു. ബുധനാഴ്ച സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 റോക്കറ്റിൽ കുതിച്ചുയർന്ന ഡ്രാഗൺ പേടകം 28 മണിക്കൂർ യാത്രയ്ക്ക് ശേഷമാണ് ബഹിരാകാശ നിലയത്തിലെത്തിയത്. 1984 ബഹിരാകാശത്തെത്തിയ രാകേഷ് ശർമ്മയാണ് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ബഹിരാകാശ സഞ്ചാരി.